ഹായ് കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര വെയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം സ്കൂളിൽ ജോലിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അന്നേരം അതിനങ്ങോട്ട് പോവുകയാണ്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി വരും. ഇപ്പോൾ സമയം 11 മണി ആകാറായി. 10:30 ആകും. 10:30 കഴിഞ്ഞു. പോയിട്ട് പിന്നെന്താണ് വീട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ മക്കൾക്ക് ജോലിയില്ല, അവന്മാർ വീട്ടിലുണ്ട്. മോള് ജോലിക്ക് പോയി. ഇതൊക്കെ കാടായേക്കുക. ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. കുറേശ്ശെ വന്നതുമെല്ലാം ചെത്തിക്കളയണം. അപ്പം നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്ത് വന്നു. ഇത്രയും ദൂരമുണ്ട്, വലിയ നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്താൽ വീഡിയോ എടുത്തേ. ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. അപ്പോൾ നമ്മുടെ സ്കൂളിലെത്തി. മുറ്റമൊക്കെ തൂത്തുവാരിയിട്ടു. ഒത്തിരി കരില ഉണ്ടായിരുന്നു, അതെല്ലാം തൂത്തുവാരിയിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്യാൻറ്റീനകമൊക്കെ വൃത്തിയാക്കാൻ ആരംഭിക്കുകയാണ്. കണ്ടോ? പിന്നെ എല്ലാം അപ്പുറമുണ്ട്. നമ്മുടെ കിച്ചൺ അപ്പുറത്തുണ്ട്. എല്ലാം വൃത്തിയാക്കണം. ജലദ്വാലെല്ലാം അടിച്ച് തൂത്തുവാരണം. താമസമാണ്. അവിടെയൊക്കെ തൂത്തില്ല, ഇവിടെ മാത്രമേ തൂത്ത് ഒതുക്കിയിട്ടുള്ളൂ. അങ്ങോട്ടൊക്കെ തൂക്കട്ടെ. അപ്പോൾ ചേച്ചിയാണ് മുകളിൽ HMൻ്റെ അടുത്തോട്ട് പോയേക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ വീഡിയോ പിടിച്ചത്. വീഡിയോ എടുക്കുന്ന അവർക്കറിയില്ല. ചിലപ്പോൾ ഇനിയും പറയാതൊക്കെ എടുക്കുന്നുണ്ട്, വഴക്ക് പറയുമോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരില്ലാത്തപ്പോഴും അങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ സ്കൂളിലെ ഒത്തിരി കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാത്തതും. അപ്പോൾ ഈ ഒരു റൂം മാത്രം നമുക്ക് ഇന്ന് തൂത്തുവാരി വൃത്തിയാക്കണം. പിന്നെ മേളിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് പുതിയത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പറക്കിക്കൊണ്ട് വരണം. പക്ഷെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ റൂമിൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നുപോയി. നല്ലപോലെ ചിലന്തി വലയും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എലികളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ നമ്മൾ തൂക്കാതെ വരാതെ അവിടെ ഇട്ടിരുന്നിട്ട്, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോയി ക്യാൻറ്റീനകവും പിന്നെ അടുക്കളയെല്ലാം ഒന്നുകൂടെ നല്ല വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് വേണം സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്നൊരു ദിവസം ഈ ഒരു റൂം മാത്രമായിട്ട് വൃത്തിയാക്കാനാണ് HM പറഞ്ഞത്. പിന്നെ കൊച്ചു പിള്ളേരുടെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് എനിക്ക് അവധിയായിരുന്നു. അങ്ങനെ ഞാനിങ്ങ് പോയിരുന്നു. പിന്നെ ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു. ചേച്ചിക്ക് സ്കൂൾ മൊത്തം അടച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പോരാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ചേച്ചി മാത്രം ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ എടുത്തതിൻ്റെ കുപ്പികളൊക്കെയാണ് അവിടെ കിടന്നത്. കുറച്ച് ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കണമായിരുന്നു. അതെല്ലാം കൊടുത്തതിൻ്റെയൊക്കെ കുപ്പികളൊക്കെ കിടന്നു. പിന്നെ അങ്ങനെയെല്ലാം തൂത്ത് വാരി വെളിയിൽ കൊണ്ടിട്ട് തീയൊക്കെ കത്തിച്ചു. പിന്നെ കുറേ കവറൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും നമ്മൾ കത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ആ ചാക്കിനകത്തൊക്കെ ഇരിക്കുന്നത്. അതെല്ലാം ഇനി ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വരുമ്പം അവരെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ എലി കയറുന്നുണ്ട് കേട്ടോ. അതാണ് ഒന്നും കൂടെ ഒരിത്. എന്നാലും വാരിപ്പറക്കി വെച്ച് നമ്മൾ കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ സ്കൂളിൽ ഈ വർഷം 10ലുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന കാര്യം എന്നറിയില്ല. അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോഴേ ആൻറ്റി, അമ്മേ എന്നൊക്കെ വിളിയൊക്കെ തുടങ്ങി. പിന്നെ LKG UKG 1 മുതൽ 4 വരെ ഉള്ളിടത്തെ സ്കൂളൊക്കെ മേളത്തെ നിലയൊക്കെ കഴുകുകയും വൃത്തിയാക്കുകയും, അങ്ങനെ അവിടെയും ടീച്ചർമാരും ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു പോരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ്, സാമ്പാർ എടുത്ത് ഇളക്കിയപ്പോഴ ഓർത്ത് കേട്ടോ. പിന്നെ മെഴുക്ക് വരട്ടി, ചിക്കൻ വറുത്തത്. ഇത്രയാണ് ഉച്ചക്കത്തേക്ക് ഇന്നത്തെ ആഹാരം. അമ്പും മില്ലും കൊണ്ടിരിക്കുന്ന മോനെ കണ്ടു. ഏത് സീത അമ്പൊടിച്ചു എടുക്കാനാ? രാമ? കുരുമുളക് 2 പാക്കറ്റുണ്ട്. അരക്കിലോടെ വെച്ച് അങ്ങനെ 1 കിലോ. പിന്നെ വലിയൊരു മാഗി, പച്ചക്കറി, പിന്നെ തുണി കഴുകുന്ന ഒരു സോപ്പ്, കുളിക്കുന്ന സോപ്പ്, മെഷീനകത്ത് ഒഴിക്കാനുള്ളത്, തുണി കഴുകുന്ന സോപ്പിൻ്റെ ലിക്വിഡ്, അരി,
കടല പേസ്റ്റ്, പിന്നെ പാത്രം കഴുകുന്ന സോപ്പ്, ചെറുപയർ, ജീരകം, ഉപ്പുപൊടി, പഞ്ചസാര 2 പാക്കറ്റ്, മല്ലി. ഇത്രയും സാധനമാണ് മോനും മരുമോളും സപ്ലൈക്കോയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്.